मारुति गाड़ी हम जो केरल से ले गया था वो अभी कहाँ है? नहीं पता। क्या राज है उस गाड़ी के पीछे? बोल। नहीं पता। तुम्हारा साथी कहाँ है? सुना ना कि मैंने क्या पूछा? बोल। बोल। बोला ना, नहीं पता। बोल साले। मेरे शरीर को काट काट कर टुकड़े कर दो या किसी भी तरह से टॉर्चर कर लो, लेकिन मेरे जुबान से एक अल्फाज नहीं निकलेगा। थू। अगर सच ही बोलेगा तो जान से मार डालूंगा साले। बोल। बोल। मुझे मार डालोगे? मार दो, मार दो, तो भी मैं कुछ नहीं बोलूंगा। लेकिन एक बात कह देता हूं मैं, कल सूरज उगकर डूबने से पहले यह शहर एक बहुत बड़ा कब्रिस्तान बन जाएगा। The world will witness the most destructive episode. साले कबीरे, बहुत लोग मरेंगे, तेरे परिवार वाले भी। അതുകൊണ്ട് നിനക്കെന്താ ലാഭം? क्या गलती किया है यहाँ के लोगों ने? हैं? इन मासूम और बेकसूर लोगों को मारकर क्या मिलेगा तुझे? मैं अपने दुश्मनों को मार रहा हूं इस होली वॉर। उन्हें मारकर मैं धन्य हो जाऊंगा, मुझे जन्नत नसीब होगी। വിട് വിട്, അവൻ പറയില്ല. ഇനി എന്ത് ചെയ്യും സാർ? Strip him. छोड़ साले, छोड़, छोड़, बोला ना साले, छोड़, साले कबीरे। बोल दिया साले। 9842230303। ये किसका नंबर है? बोल। सर तेरा बाप का नंबर है। किसका नंबर है? तेरा बाप भी कुछ नहीं करता मेरा। बोल। सच नहीं बोले तो मार डालूंगा साले। बोल। हरामी, बोल। യെസ് ഐ ഗോട്ട് ഇറ്റ്. നാഷണൽ മോട്ടോഴ്സിന്റെ പേരിലുള്ളതാണ് നമ്പർ. ഉടമസ്ഥൻ മിസ്റ്റർ സത്യനാരായണ മൂർത്തി. എനിക്ക് ആളെ വളരെ പേഴ്സണലായിട്ട് അറിയാം. പഴനി ക്ഷേത്രത്തിലെ കമ്മിറ്റികളിൽ പലതിലും ഉയർന്ന സ്ഥാനം വഹിക്കുന്നയാൾ. ഹി ഈസ് ബിയോണ്ട് എനി ഡൗട്ട്. നാഷണൽ മോട്ടോഴ്സിലെ സ്റ്റാഫ് ആരെങ്കിലും? യെസ്, ഐ എം കമ്മിങ് ടു ദാറ്റ്. 9842233301 കൂടാതെ 302, 303, 304, 305 എല്ലാം നാഷണൽ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള നമ്പേഴ്സ്. 100-ലധികം സ്റ്റാഫുകളുണ്ട് അവിടെ. അവരിൽ ആരെങ്കിലും ആവാം കല്യാണി പറഞ്ഞ ഈ ഭീകരരുടെ ലോക്കൽ സപ്പോർട്ട്. പക്ഷേ അവരിൽ ആര്? It won't be easy to find out. യെസ്, ഭീകരർക്ക് അവർക്ക് വേണ്ടപ്പെട്ട ആളുടെ പേരറിയാം. ഫോണിലൂടെ ആ പേര് പറഞ്ഞാൽ ആളെ കിട്ടും. കല്യാണി ഒന്നുകൂടെ പ്രഷർ ചെയ്താൽ അവൻ ആ പേര് പറയും. No. അവന്റെ വായിൽ നിന്നൊരു വാക്ക് പോലും വീഴില്ല. എന്തൊക്കെയാണ് സാർ ഈ നാഷണൽ മോട്ടോഴ്സിന്റെ ആക്ടിവിറ്റീസ്? പലതുമുണ്ട്. മെയിൻലി കാർ ഡീലേഴ്സ്. ഹുണ്ടായി, മാരുതി, ഫോർഡ്, ടൊയോട്ട, ഇതിന്റെയൊക്കെ പഴനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് അവർ. യു സെഡ് മാരുതി. യെസ്. നാഷണൽ മോട്ടോഴ്സിലെ സ്റ്റാഫിനെ കൊണ്ട് ഭീകരർക്ക് എന്ത് കേടാണ് സാർ? എന്താ കല്യാണി ആലോചിക്കുന്നത്? എടുത്തു മാറാ. യെസ്, അവിടുത്തെ സ്റ്റാഫ് വിചാരിച്ച ഒരു കാര്യം നടക്കും. They can pass an information. ഇൻഫർമേഷൻ? വാട്ട് ഇൻഫർമേഷൻ? പറയാം. എന്റെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ. നമ്പർ 1, നാഷണൽ മോട്ടോഴ്സിന് ഈ അടുത്ത് പുതിയ മാരുതി കാറുകളുടെ ഡെലിവറി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ അവരുടെ ആൾക്ക് കഴിയില്ലേ? ദാറ്റ്സ് പോസിബിൾ. സോ ഡെലിവറി നടന്നിട്ടുണ്ടോ? അതാദ്യം അറിയണം. നമ്പർ 2, ഡെലിവറി വാൻ ഇസ് എ ഹ്യൂജ് തിങ്. മനുഷ്യരെ ഒന്നും കണ്ണിപ്പെടാതെ സൂക്ഷിക്കാൻ തക്കവണ്ണം, ഐ മീൻ എ പാർക്കിംഗ് പ്ലേസ് ഈ പഴനി പരിസരത്തുണ്ടോ? അതും അറിയണം. ये कंटेनर 8 मारुति गाड़ियां लेकर शहर पहुंचेगा ठीक 7 बजे. नॉर्थ वेस्ट रोड, साउथ वेस्ट रोड, साउथ ईस्ट रोड, डेंटिकल रोड और पोलाची हाईवे, इन सभी रोड पर हर 500 मीटर की दूरी पर एक एक गाड़ी होगी. सिर्फ 10 मिनट में सब कुछ खल्लास. कल पढ़नी में यही होने वाला है.
This is the remote. ഹലോ യെസ് സർ, ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ട്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് കല്യാണി. കഴിഞ്ഞ ദിവസം അവർക്ക് മാരുതി കാറുകളുടെ ഡെലിവറി ഉണ്ടായിരുന്നു. പക്ഷെ മടങ്ങിപ്പോയ ഡെലിവറി വാൻ എവിടെയാണെന്ന് ഇതുവരെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഒരു സംശയം വേണ്ട സാർ, ആ വെഹിക്കിൾ ഇപ്പൊ അവരുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. ആകെ 4-5 സ്ഥലങ്ങളേ ഉള്ളൂ പഴനിയിൽ ആ വെഹിക്കിൾ സൂക്ഷിക്കാൻ പാകത്തിന്. സം ഗോഡൌൺസ് ആൻഡ് സം അൺയൂസ്ഡ് ഫാക്ടറീസ്. അതിൽ കുറെ നാളായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഞങ്ങൾക്ക് കൂടുതൽ സംശയം. വൈ? അതിന്റെ ഉടമസ്ഥൻ സ്ഫോടന കേസിൽ ഒരു പ്രതിയാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ഫോഴ്സിനെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു കല്യാണി. നോ സർ, പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് ദം. 7-8 അതിൽ കൂടുതലോ മാരുതി കാറുകളിൽ നിറയെ സ്ഫോടന വസ്തുക്കളുമായി നിൽക്കുന്ന ഡെലിവറി വാൻ, ഒരു വിരൽ തുമ്പിൽ അതിന്റെ റിമോട്ട് കൺട്രോൾ. പോലീസ് ഉണ്ടെന്ന് സൂചന കിട്ടിയാൽ മതി ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ. കിലോമീറ്ററോളം ആ ഫാക്ടറിക്ക് ചുറ്റും നാമാവശേഷമാകും. ഫാക്ടറിക്ക് സമീപം മനുഷ്യവാസമില്ലേ, കൃഷിയില്ലേ, കന്നുകാലികളില്ലേ, ട്രാൻസ്മിഷൻ ടവേഴ്സും ട്രാൻസ്ഫോമേഴ്സും ഇല്ലേ? അല്ലെങ്കിൽ എന്താ ഇല്ലാത്തത്? എല്ലാം തകർന്ന് തരിപ്പണമാകും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ സർ. വളരെ തന്ത്രപൂർവമായ ഒരു നീക്കത്തിലൂടെ വേണം അവരെ കീഴ്പ്പെടുത്താൻ. എ കോംപ്ലിക്കേറ്റഡ് ടാക്ടിക്കൽ അപ്രോച്ച്. ഐ റിപ്പീറ്റ് ഇറ്റ്, വെരി വെരി കോംപ്ലിക്കേറ്റഡ് ടാക്ടിക്കൽ അപ്രോച്ച്. ആൻഡ് ദാറ്റ് we will do. Okay. Okay. ताहिर है. कौन है आप? सैर, क्या चाहिए? बोल. മോനെ, എങ്ങനെ ഇവിടെ എത്തി? अल्लाहू ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. എങ്ങനെ ഇവിടെ എത്തി? ये कौन है यार? मेरा ससुर है. अरे इसे पूछ, किसने बताया इसको कि तू यहाँ है? जल्दी पूछना. अरे चुप, मुझे मालूम है क्या करना है. ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? നിന്നോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. ഞാൻ പറയുന്ന ദയവായി കേക്ക്. നീ ഇങ്ങനെ ആയി തീർന്നതിന്റെ കാരണം ചോദിക്കാനോ വാദിച്ചു ജയിക്കാനോ അല്ല ഞാൻ വന്നത്, അപേക്ഷിക്കാൻ. ഒപ്പം മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക പടച്ചോനോട് എന്റെ മോന്റെ മനസ്സ് മാറ്റാൻ. തീർന്നോ? മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു തെറ്റും ചെയ്യാത്ത പാവം ജനങ്ങളെ കൊന്നൊടുക്കുന്നതിനെ എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും ന്യായമാവില്ല, എത്ര വാദിച്ചാലും സത്യവുമാവില്ല. ഒരു കാലത്ത് നിന്നെ പോലെ ഞാനും ചിന്തിച്ചിരുന്നു. പിന്നീട് ആ ചിന്ത മതഭയം കൊണ്ടാണെന്നും മാനസികരോഗമാണെന്നും മനസ്സിലാക്കിയപ്പോ ഞാനത് ഉപേക്ഷിച്ചു. മോനെ, ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളും സംഘടനകളും വ്യക്തമായ ലാഭക്കൊതിയുള്ളവരാണ്. ISA തുടങ്ങിയ ചാരസംഘടനകൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ, മതപരമായ ഒരു ലക്ഷ്യവുമില്ല. ഒരു ലെക്ചറായ നിനക്ക് ആ വഞ്ചന മനസ്സിലായില്ലെങ്കിൽ ऐसे के बारे में क्या बताया तू? अरे तू इसे बातचीत मत कर, मार उसे, नहीं तो मैं मारेगा. छोड़ दो. ഒരു പ്രാർത്ഥനയ്ക്കും എന്റെ തീരുമാനത്തെ മാറ്റാൻ കഴിയില്ല. ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ വിശ്വാസം, എന്റേത് ഞാൻ തിരഞ്ഞെടുത്ത വഴി. നീ ഒരു വാപ്പയാകാൻ പോവുകയാണ്, അതറിഞ്ഞാൽ പോലും നിന്റെ മനസ്സ് മാറില്ല. क्या हुआ तुझे? सैयद बोल, क्या हुआ तुझे? हे बोलना यार, कुछ बोलना.
हमारा एक ही लक्ष्य है। ना कोई रिश्ता ना रिश्तेदार। बोल, बताइए अरे बोल, बताइए कुछ बोलना।